മാൽപ്പയും പുഴയിൽ ഡൈവ് ചെയ്യുന്നു. ഗംഗാവലി പുഴയിൽ ഡ്രഡ്ജിംഗ് ഭാഗികമായി പുനരാരംഭിച്ചിട്ടുണ്ട്. അർജുന്റെ ബന്ധുക്കൾ ഇപ്പോഴും ഷിരൂരിൽ തുടരുകയാണ്. അർജുന്റെ വാഹനത്തിലുണ്ടായിരുന്ന മരത്തടികൾ കരയ്ക്ക് അടുപ്പിക്കുന്നു. AK അഭിലാഷും ദീപക് മലമയും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആദ്യം അഭിലാഷിലേക്ക്. അഭിലാഷ്, തിരച്ചിൽ തുടങ്ങിയിരിക്കുന്നു. ഇന്നലത്തെ പോലെ ഇന്നും മരത്തടികൾ കിട്ടിയിട്ടുണ്ട്. മരത്തടികൾ അർജുന്റെ ട്രക്കിലേത് തന്നെ എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. അതോടൊപ്പം ഇപ്പോൾ ആഴത്തിൽ ഉള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു. ഈശ്വർ മാൽപ്പയും സംഘവും ഒരു വശത്ത്, അപ്പുറത്ത് ഡ്രഡ്ജിങ്ങിലെ ഡൈവർമാരും. എന്താണ് ഇപ്പോൾ തിരച്ചിലിന്റെ പുരോഗതി? സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ മരത്തടികൾ കിട്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചില ലോഹഭാഗങ്ങൾ കിട്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു എഞ്ചിൻ്റെ ഭാഗം കൂടി കിട്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ എഞ്ചിൻ്റെ ഭാഗം നിറയെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു വസ്തുത കൂടിയാണ്. കാരണം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എഞ്ചിൻ ടാറ്റ കമ്മിൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന എഞ്ചിനാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു വാഹനം, അത് നേരത്തെ ഉണ്ടായിരുന്ന പുഴയിൽ പോയി എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണോ എന്നുള്ളൊരു സംശയം കൂടി ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. കാരണം നേരത്തെ ഒരു ടാങ്കറും അതോടൊപ്പം തന്നെ അർജുൻ്റെ ഭാരത് ബെൻസ് അടക്കമുള്ള വാഹനങ്ങളായിരുന്നു ഇതിൽ പോയിരുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ടാറ്റ കമ്മിൻസ് എന്ന് പറയുന്ന ഒരു എഞ്ചിൻ ഭാഗമാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ തെരച്ചിൽ ആരംഭിച്ചു. പ്രത്യേകിച്ച് ഈ ലക്ഷ്മണന്റെ ചായക്കടയ്ക്ക് പിൻവശം ചേർന്നുകൊണ്ടാണ് ഈ തെരച്ചിൽ നടത്തിയിരിക്കുന്നത്. കാരണം നേരത്തെയൊക്കെ കണ്ടെത്തിയിരിക്കുന്ന സാധനങ്ങൾ, അതായത് ഹൈഡ്രോളിക് ജാക്കി, അതോടൊപ്പം തന്നെ ഇന്നലെ കണ്ടെത്തിയിരിക്കുന്ന ഈ വാട്ടർ ടാങ്ക് കാരിയർ തുടങ്ങിയ സാധനങ്ങളൊക്കെ കണ്ടെത്തിയതിന് സമീപത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തത്. ഇന്ന് രാവിലെ ഈശ്വർ മാൽപ്പ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വന്നിരുന്നെങ്കിൽ പോലും ഈ മേഖല കേന്ദ്രീകരിച്ച്, അതായത് ഈ നാവികസേന കണ്ടെത്തിയിരിക്കുന്ന സ്പോട്ട് 1, 2 കേന്ദ്രീകരിച്ചുള്ള പരിശോധന തെരച്ചിൽ ഇവരുടെ നേതൃത്വത്തിൽ, അതായത് ഡ്രഡ്ജിംഗ് കമ്പനിയുടെ നേതൃത്വത്തിൽ നടത്തുമെന്ന് അറിയിക്കുകയും ഈശ്വർ മാൽപ്പയുടെ താഴ്ഭാഗത്തേക്ക് തെരച്ചിൽ നടത്താൻ ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് 2 ഭാഗങ്ങളായി തന്നെ ഇപ്പോൾ ഇവർ തെരച്ചിൽ പുനരാരംഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മുകളിൽ നടത്തിയ തെരച്ചിലിൽ ഈ JCB ഉപയോഗിച്ച്, അതായത് ഇറ്റാച്ചി ഉപയോഗിച്ച് നടത്തിയ മണ്ണെടുക്കലിന്റെ ഇടയിലാണ് ഇപ്പോൾ ലോഹഭാഗങ്ങൾ കണ്ടെത്തുകയും അവിടെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന, കമ്പനിക്കൊപ്പം ഉണ്ടായിരുന്ന സ്കൂബ ഡൈവേഴ്സ് അവിടെ ഇറങ്ങി പരിശോധിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഈ എഞ്ചിൻ റേഡിയേറ്റർ കൂളർ ഫാനാണ് കിട്ടിയിരുന്നത്. അതിന് പിന്നാലെ തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു ഭാഗം കൂടി കിട്ടി. പിന്നാലെ നടത്തിയ തെരച്ചിലിൽ ഈ പുഴയുടെ മുകൾ ഭാഗത്തേക്കൊക്കെ ഈ ഓയിലിന്റെ അംശം പടർന്നത് നമ്മൾ കണ്ടതാണ്. അതോടുകൂടിയാണ് ഈ താഴ്ഭാഗത്ത് നടത്തിയ തെരച്ചിലിന് പിന്നാലെ ഈ എഞ്ചിൻ ഭാഗം കൂടി കണ്ടെത്തിയിരിക്കുന്നത്. അത് പുറത്തേക്ക് എത്തിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഡ്രഡ്ജിംഗ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ടാറ്റ കമ്മിൻസിന്റെ എഞ്ചിനാണ് എന്നുള്ള കാര്യം കൂടിയാണ്. അതായത് വലിയൊരു ട്രക്കല്ല, ചെറിയ ട്രക്ക് വിഭാഗത്തിൽ വരുന്ന വാഹനമാണ് ടാറ്റ കമ്മിൻസ് എന്ന് പറയുന്നത്. അതിന്റെ എഞ്ചിൻ ഭാഗമാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കോണ്ടാക്ട് 1.2 എന്ന് പറയുന്ന നാവികസേന കണ്ടെത്തിയ ആ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് ഇപ്പോഴും കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയെ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ഏകോപനം ഈ ദൗത്യത്തിൽ ഇപ്പോഴും കൈവന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോ ഒന്നുമല്ല ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ നേതൃത്വത്തിൽ മാത്രമാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അവർ പറയുന്ന നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിൽ പ്രധാനമായും ഇപ്പോൾ കണ്ട ഈ പ്രധാനമായും തെരച്ചിൽ നടത്തേണ്ട ഈ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് പോകാൻ ഇപ്പോഴും സാധ്യമായിട്ടില്ല. പ്രധാനമായും അവിടെ വെള്ളത്തിൻ്റെ അളവ് ഉയർന്ന നിലയിലാണ്. അതായത് 15 അടിയിലേറെ വെള്ളം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോഴുള്ള ഹീറ്റാച്ച് ഉപയോഗിച്ച് ആഴത്തിലുള്ളൊരു തെരച്ചിൽ നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് 15 അടി വരെ മാത്രം തെരച്ചിൽ നടത്താൻ ശേഷി മാത്രമേ ഹൈറ്റാച്ചിക്കുള്ളൂ. അതിൻ്റെ ഭൂമിയിൽ അത്ര മാത്രമേ നീളമുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ വെള്ളത്തിൻ്റെ ഒഴുക്കും അതോടൊപ്പം തന്നെ ജലവിധാനവും താഴും. പ്രത്യേകിച്ച് വേലിയിറക്ക സമയത്ത് അത്തരത്തിൽ 2 മീറ്ററോളം താഴ്ചയിലേക്ക് വെള്ളം ഇറങ്ങിപ്പോകുന്നൊരു ഘട്ടത്തിൽ, അതായത് 3 മണിക്ക് ശേഷം ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നതും നമ്മൾ പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. പ്രധാനമായും ആ മേഖല കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിൽ നടത്തിയാൽ മാത്രമേ അർജുൻ്റെ ട്രക്ക് അവിടെ ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് അവിടെയുള്ള സ്ഥിതിവിശേഷങ്ങൾ എന്നൊക്കെ അറിയാൻ കഴിയൂ. ഏതായാലും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നില്ല. അതായത് ഇപ്പോൾ ഈ സ്കൂബ ഡൈവേഴ്സ് അടക്കം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ മുതൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ ലക്ഷ്മണന്റെ ചായക്കടയ്ക്ക് സമീപത്തുള്ള ആ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ താഴെ ഭാഗത്ത് തെരച്ചിൽ നടത്തുന്നുണ്ട്. അവിടെ നിന്ന് ചില വസ്തുക്കൾ, അതായത് സ്കൂട്ടർ അടക്കമുള്ള ഈ അർജുൻ്റെ ട്രക്കിലുണ്ട് എന്ന് കരുതുന്ന ആ മരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ദീപക് മലയമയും അതോടൊപ്പം നമ്മുടെ സംഘവും ആ ഭാഗത്ത് നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.